ദേശീയപാതയിലെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിലവിലുള്ള മനുഷ്യസഞ്ചാര യോഗ്യമല്ലാത്ത അടിപ്പാത ഒഴിവാക്കി ഗതാഗത യോഗ്യമായ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യം. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. ചെറുവത്തൂർ ടൗണിന്റെ ഹൃദയഭാഗം എന്ന വിശേഷണമുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വലിയൊരു അടിപ്പാത എന്ന ആവശ്യം ഉയർത്തിയാണ് കർമ്മസമിതി അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരത്തിന് തുടക്കമിട്ടത്. പുതിയ അടിപ്പാത അനുവദിക്കാനാവില്ലെന്ന ദേശീയപാത അതോറിറ്റി അധികൃതരുടെ പിടിവാശിക്കെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു. നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപം ആരംഭിച്ച അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം ചെറുവത്തൂർ പ്രസ് ഫോറം പ്രസിഡന്റ് ടി രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചെറുവത്തൂർ എന്ന് പറയുന്നത്. ചെറുത്തുനിൽപ്പിന്റെ ഊരാണ്. ഇവിടെ നേടിയെടുത്തത് മുഴുവനും ചെറുത്ത് നിൽപ്പിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചെറുവത്തൂർ ഉന്നയിക്കുന്ന ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ചെറുത്ത് നിൽപ്പ് ആവശ്യമാണ് എന്നതാണ് നമ്മൾക്കിപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പഴയ ചെറുവത്തൂർ അങ്ങാടി എന്ന് പറയുന്നതാണ് നമ്മുടെ ചെറുവത്തൂരിൻ്റെ ഹൃദയഭാഗം. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ നെഹ്റുവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടൊരു സ്ഥലമാണ് ചെറുവത്തൂർ. ചടങ്ങിൽ കെ കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സി രഞ്ജിത്ത്, കെ സുന്ദരൻ, കെ വി രഘുത്തമൻ, ഡി എം സുകുമാരൻ, പി എം കുഞ്ഞബ്ദുള്ള, കെ പി രാമകൃഷ്ണൻ, ടി രഞ്ജിത്ത് ബാബു, എം നാരായണൻ, പി കെ ഭാസ്കരൻ, കെ കരുണാകരൻ, കെ സി ഗിരീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.